ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളിൽ കുറേ പേർക്കൊക്കെ വളരെ നൊസ്റ്റാൾജിക്കും ഇഷ്ടമുള്ളതുമായ ഒരു സ്നാക്കാണ്. ഇത് നമ്മളുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പാൽ കേക്കാണ്. നമ്മളുടെ പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. ചെറിയ ഏലക്കയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം, ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിക്കാതെയും ചേർക്കുക, പക്ഷെ പൊടിച്ച് ചേർത്താൽ പെട്ടെന്ന് അത് മിക്സായി കിട്ടും, അതുകൊണ്ടാണ് പൊടിക്കുന്നത്. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ളൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാരയുടെ ഏലക്കയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ മുട്ട തണുത്ത മുട്ടയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് തണുപ്പ് മാറിയ ശേഷം മുട്ട എടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിച്ചതിൽ ചിലപ്പോൾ കട്ടകളൊക്കെ കാണും, അതെല്ലാം നല്ലതുപോലെ ഒരു ഫോർക്കോ വിസ്കോ അല്ലെങ്കിൽ നമ്മളുടെ കൈയോ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് അതിലെ കട്ടകളെല്ലാം മാറ്റി എടുക്കണം പൊടിച്ച പഞ്ചസാരയിൽ. ഇപ്പോൾ ഇതാ നമ്മൾ മുട്ടയും പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് സോഫ്റ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഇളം ചൂടുള്ള പാലാണ്. അത് ആദ്യമേ ഞാനൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പിന്നെ ബട്ടർ വേണമെങ്കിൽ ഉരുക്കിയിട്ടും ചേർക്കാം. ഞാനിപ്പോൾ ഈ പാലിന് ചൂടുള്ളത് കൊണ്ട് ആ ചൂട് കൊണ്ട് ബട്ടർ ഉരുകിപ്പോന്നിരുന്നിട്ടാണ് അങ്ങനെ തന്നെ ചേർത്തത്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം കൂടുതലാണെങ്കിൽ കൂടുതൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ദാ നമ്മളുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മളുടെ പാൽ കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ജ്യൂസിയാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ ഇരിക്കും ആ ടെക്സ്ചർ അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മുകളിൽ ഗ്രീസ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഷുഗർ സിറപ്പാണ്. നമ്മളുടെ പാൽ കേക്ക് വറുത്ത് കോരിയ ശേഷം നമ്മൾ ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളവും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് പഞ്ചസാരയും വെള്ളവും കൂടി നല്ലതുപോലെ തിളപ്പിച്ചിട്ട് പഞ്ചസാര എല്ലാം വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കുറുകിയും കൂടി വരണം, ഒരു നൂൽപ്പരുവൊന്നും ആവരുത്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ. അതിന് ശേഷം നമ്മളുടെ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിരുന്ന നമ്മളുടെ ഗോതമ്പ് മാവ് ഇതുപോലെ നല്ലതുപോലെ ആ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുഴച്ചെടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മളുടെ പാൽ കേക്കിൻ്റെ ടെക്സ്ചർ നന്നാവുന്നതെന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. പാൽ കേക്ക് പരത്തിയെടുക്കാനായിട്ട് നമ്മൾക്കൊരു ചപ്പാത്തി പലകയുടെ പിൻ മതി. പക്ഷെ ഇത് ഭയങ്കര നൈസായിട്ട് പരത്തരുത്, കാരണം പാൽ കേക്ക് കുറച്ച് തിക്നെസ്സിൽ ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. ആ ഒരു തിക്നെസ് തന്നെയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നതും. കാരണം തിക്നെസ് കുറവാണെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഉള്ളിലേക്കൊന്നും അബ്സോർബ് ചെയ്യാനില്ലാത്തതിൻ്റെ പേരിൽ വലിയ ടേസ്റ്റ് കാണത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലൊന്ന് എണ്ണ തൊട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ചേർത്താലും മതി, പക്ഷെ പൊടിയാകുമ്പോൾ പെട്ടെന്ന് ആ പൊടി അങ്ങ് കരിഞ്ഞെടുക്കും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ
അപ്പോൾ ഒരു കറുത്ത കളർ വരണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ എണ്ണ തൂക്കുന്നത്. ഇപ്പോൾ ഈ ഒരു തിക്നെസ് വരെ ഇത് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ നമ്മളുടെ പാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഷേപ്പ് ചെയ്തെടുത്ത് പാൽ കേക്ക് ഇടാൻ. നമ്മൾ പാൽ കേക്ക് ഇടുന്നതിൻ്റെ ഡബിൾ സൈസായിട്ടത് വീർത്ത് വരും. ഇനി നമ്മൾക്ക് പാൽ കേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കണ്ടിട്ടില്ല, ചായക്കടകളിലൊക്കെ നീളത്തിലാണ് പാൽ കേക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ അത്രയും നീളത്തിലെടുക്കണില്ല, എന്നാലും ഞാനും റെക്റ്റാങ്കിളായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക പാൽ കേക്ക്. ഈ ഒരു സമയം തന്നെ എണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടി ചൂടാക്കിയിടാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാൽ കേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാം മുറിച്ച ശേഷം. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാര എല്ലാം വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളുടെ വിരലുകൾക്കിടയിൽ ആ പഞ്ചസാരയുടെ ഷുഗർ സിറപ്പ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ ആദ്യമൊക്കെ ഇത് ഒട്ടും സ്റ്റിക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വിടാൻ തുടങ്ങും. ആ ഒരു പരുവാകുമ്പോൾ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്യണം. ഒരു നൂൽ പരുവൊന്നും ആവരുത്. സ്റ്റിക്ക് ചെയ്യുന്ന പരുവം എന്ന് പറഞ്ഞാൽ ഒരു നൂൽ പരുവമല്ല, വിരൽ വിട്ട് വരും, ജസ്റ്റ് ഒന്ന് ഒരു പശ പോലെ തോന്നും, അത്രയേ ഉള്ളൂ. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് തീ ഓഫ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ നല്ലതുപോലെ തിളച്ചെന്നാണ് അർത്ഥം. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ മുറിച്ച് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്ന പാൽ കേക്ക് ചേർത്ത് കൊടുക്കുക. പാൽ കേക്ക് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധികം ക്രൗഡഡ് ആയിട്ട് ഇടരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ഇടുന്ന സൈസിൻ്റെ ഏകദേശം ഡബിളായിട്ട് പൊന്തി വരും എണ്ണ കുടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് കിട്ടു കഴിഞ്ഞാൽ അതിന് സ്പേസ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് തീ കുറയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഇത് കണ്ടില്ല, ഇത് പെട്ടെന്ന് തന്നെ പുറകു വശം ഒരു കരിഞ്ഞ പോലൊരു കളർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എപ്പോഴും നമ്മൾ എണ്ണയിൽ എന്ത് സാധനം വറുത്ത് കോരി എടുക്കുമ്പോഴും തീ ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളൊന്നും വേവത്തില്ല, ബട്ട് പുറം ഭാഗം നല്ലപോലെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് കുറേ എണ്ണ കുടിക്കും. എപ്പോഴും അത് നല്ല ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് പാൽ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇത് റെഡിയാക്കി കിട്ടാൻ. ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പിന് അത്യാവശ്യം ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഇളം ചൂടെങ്കിലും വേണം. അപ്പോഴാണ് നമ്മൾ പാൽ കേക്ക് ഇടുമ്പോൾ അത് നല്ലതുപോലെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഷുഗർ സിറപ്പില്ലെങ്കിൽ ഇതിന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പാൽ കേക്ക് നമ്മൾ ആദ്യം ഇട്ട വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് എല്ലായിടത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ നിന്ന് പാൽ കേക്ക് എടുത്ത് മാറ്റുകയാണ്. അത് നല്ലതുപോലെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ അപ്പുറത്ത് ബാക്കിയുള്ള പാൽ കേക്കും കൂടി വറുത്തെടുക്കണുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഇതെല്ലാം കിടന്ന് നല്ലപോലെ സോക്കായി വരും. അപ്പോൾ നമ്മൾക്ക് ഒരു പാൽ കേക്ക് മുറിച്ച് നോക്കാം. ഇതിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് മുറിക്കാൻ കൈ പൊള്ളുന്നുണ്ട്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം നല്ല ജ്യൂസിയാണ്. നമ്മൾ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ലതുപോലെ ഞെങ്ങ് കൊള്ളുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ പാൽ കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കുക. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലീസ്. താങ്ക്